വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബിജോയ് ജോർജ് ആൻഡ് രേണു ബിജോയ് ഫ്രം USA. ഈ കുടുംബത്തിന് വേണ്ടി എല്ലാ ബ്ലെസ്സിങ് ടുഡേ പ്രേക്ഷകരും ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തെ കർത്താവ് കൈകളിലെടുത്ത് ഇന്ന് അനുഗ്രഹിക്കാനായി. കർത്താവെ, ഈ കുടുംബത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. രേണുവിനായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത്തെ പ്രഗ്നൻസിയിൽ കർത്താവ് ഒരു വലിയ അനുഗ്രഹത്തെ ചൊരിയണമേ. ആരോഗ്യത്തിനായി അമ്മയും കുഞ്ഞും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ. മറ്റു കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ബെഞ്ചമിനായും ജോയലിനായും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ രണ്ട് കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അതുപോലെ അവരുടെ ആത്മീയമായ എല്ലാ ആവശ്യങ്ങൾക്കായി, ഭൗതികമായ ആവശ്യങ്ങൾക്കായി, എല്ലാത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം സമൃദ്ധിയായി അങ്ങയുടെ കരത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നിങ്ങൾ തുടർന്ന് കാണാൻ പോകുന്നത് ദ റെസ്റ്റോറർ ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങൾ തിരികെ നൽകുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലത്ത് ഭയങ്കര സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ട് ആകെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയാകാം, വലിയ നിരാശയിലാകാം. എന്നാൽ കർത്താവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് വീണ്ടും അതെല്ലാം മടക്കി നൽകാൻ ആഗ്രഹിക്കുന്നു. ഇന്നലത്തെ തുടർച്ച ഇന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കട്ടെ. നയീൻ പട്ടണത്തിലെ ആ വിധവയുടെ മകനെ തിരിച്ചു കൊടുത്ത് അവളുടെ എല്ലാ സ്വപ്നങ്ങളും മടക്കി നൽകിയ അതേ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കട്ടെ. വാച്ച് ദിസ്. പണ്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് കല്യാണം പറഞ്ഞു. നല്ലൊരു ചെറുക്കൻ, കല്യാണം ഉറച്ചു. ഒരു വർഷത്തിന് ശേഷം കല്യാണം നടന്നു. ഒത്തിരി 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 സ്വപ്നങ്ങളോടുകൂടെ ഈ യുവതി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. എല്ലാവർക്കും ഒത്തിരി സ്വപ്നങ്ങളുണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം അവർക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. ഈ ആൺകുട്ടി കളിച്ച് ചിരിച്ച് വളരാൻ തുടങ്ങി. കുറച്ചങ്ങ് ചെന്നപ്പോൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ലാതിരുന്നൊരു സംഭവം ആ യുവതിയുടെ ജീവിതത്തിലുണ്ടായി. അവളുടെ ഭർത്താവ് മരിച്ചു. രോഗം എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ആക്സിഡൻറ്റിൽ മരിച്ചതാണോ, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നോ, ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഭർത്താവ് മരിച്ചു. ഇപ്പോൾ ആരൊക്കെയുണ്ട്? ഒരമ്മയും ഒരു മകനും. ശ്രദ്ധിച്ചു കേൾക്കുക. അവളുടെ ആദ്യത്തെ എല്ലാ സ്വപ്നങ്ങളും മരിച്ചു. വിലാപകാലം കഴിഞ്ഞ ശേഷം അവൾക്ക് വീണ്ടും ചില സ്വപ്നങ്ങൾ വന്നു. എന്താ സ്വപ്നങ്ങൾ എന്നറിയാമോ? എൻ്റെ മകൻ വളരുകയാണ്. ഐ ഹാവ് എ സൺ. അവൻ വളർന്ന് വലുതായി ആരോഗ്യദൃഢഗാത്രനായി. ഇനി എല്ലാ അവളുടെ സ്വപ്നങ്ങളും ആരെ ചുറ്റിപ്പറ്റിയ? ഈ മോനെ ചുറ്റിപ്പറ്റിയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ മകനും മരിച്ചു. ഇനി പറ, ഇവൾക്കിനി എന്തേലും സ്വപ്നം ബാക്കിയുണ്ടോ? എല്ലാം തീർന്നു. ഭർത്താവും പോയി, മകനും മരിച്ചു. അവിടെ ഒരു പ്രത്യേക രീതിയുണ്ട്. ആരെങ്കിലും മരിച്ചാൽ 4 പേർ കൈകളിൽ ചുമക്കാവുന്ന, തോളിൽ ചുമക്കാവുന്ന മഞ്ചത്തിലായിരിക്കും ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത്. 2 മുള പോലുള്ള, ബാമ്പു പോലുള്ള 2 എണ്ണത്തിൽ അതിൻ്റെ നടുക്കായിരിക്കും ഈ ഡെഡ് ബോഡി കിടത്തി 4 പേരിങ്ങനെ ചുമന്നുകൊണ്ട് പോകും. പക്ഷെ ഒരു നിയമം കൂടിയുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഈ മരിച്ച വ്യക്തിയുടെ ഏറ്റവും അടുത്ത വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ആയിരിക്കും മഞ്ചത്തിൻ്റെ മുമ്പിൽ നടക്കേണ്ടത്. അവർ മാറത്തടിച്ച് കരഞ്ഞുകൊണ്ടായിരിക്കും പോകുന്നത്. അവരോട് അല്പം കൂടി അടുത്തവരൊക്കെ പുറകെ ഉണ്ടായിരിക്കും. അവരെല്ലാം എന്താ ചെയ്യുന്നത്? ഇവരോട് ചേർന്ന് കരഞ്ഞുകൊണ്ട്. അതിൻ്റെ പേരാണ് വിലാപയാത്ര. പറയാമോ? ഇറ്റ്സ് എ ഫ്യൂണറൽ പ്രൊസഷൻ. ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്താണ് ആ ദിവസം ഏറ്റവും മുമ്പിൽ വിധവയും തൊട്ട്
പുറകിൽ ശവമഞ്ചവും അതിൻ്റെ പിന്നിൽ നാട്ടുകാർ മുഴുവനും മാറത്തടിച്ച് കരഞ്ഞ് നിലവിളിച്ച് നയിൻ എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ വെളിയിലേക്ക് വരുമ്പോൾ, ഗേറ്റിൽ എത്തിയപ്പോൾ അടുത്ത വലിയൊരു കൂട്ടം ഇങ്ങോട്ട് കയറി വരുന്നു. ആരാണെന്ന് പറയാമോ? യേശുവും തൻ്റെ ശിഷ്യന്മാരും തൻ്റെ ശുശ്രൂഷയിൽ വിടുതൽ പ്രാപിച്ച സാക്ഷികളുടെ ഒരു വലിയ സമൂഹവും. അത്രയും പേർ പട്ടണത്തിൻ്റെ ഉള്ളിലോട്ട് കയറി വരികയാണ്. ഇവർ രണ്ട് കൂട്ടരും കൂടെ മുഖാമുഖം കാണുന്നത് എവിടെ വെച്ചാ? നയിൻ പട്ടണത്തിൻ്റെ ഗേറ്റിൽ വെച്ച്. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണം, ഈ വരുന്ന ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. ഏത് ഗ്രൂപ്പിൻ്റെ? അകത്തു നിന്നും പുറത്തേക്ക് വരുന്ന ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, അത് വിലാപയാത്രയാണ്, അത് മരണയാത്രയാണ്. മരണത്തിൻ്റെ അധിപതിയായ സാത്താനാണ് അതിൻ്റെ ലീഡർ. മരണം കണ്ടുപിടിച്ചത് ദൈവമല്ല, മരണം പിശാചിൽ നിന്നത്രേ വന്നിരിക്കുന്നത്, മരണം ദൈവത്തിൽ നിന്നല്ല. കാരണം യേശു പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവനും മരണവും തമ്മിൽ കൂട്ടിമുട്ടുന്നതാണ് നയിൻ പട്ടണത്തിൻ്റെ ഗേറ്റ്. അടുത്ത വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം പട്ടണത്തിന്റെ വാതിലിനോട് സമീപിച്ചപ്പോൾ അതാ മരിച്ചുപോയ ഒരുവനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അവൻ അമ്മയുടെ ഏകപുത്രൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിൽ നിന്നുള്ള വലിയൊരു ജനക്കൂട്ടം അവളോട് കൂടെ ഉണ്ടായിരുന്നു. രണ്ട് ജനക്കൂട്ടങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. ഓക്കെ, വായിക്കാം. അവളെ കണ്ടിട്ട് കർത്താവിന്റെ മനസ്സലിഞ്ഞു. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ മനസ്സലിവുള്ളവനാണ്. ഹല്ലേലൂയ. വായിക്കാം. എന്നിട്ട് എന്ത് പറഞ്ഞു? അവളെ കണ്ടിട്ട് കർത്താവിന്റെ മനസ്സലിഞ്ഞു. അവിടുന്ന് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. യേശു ഒരിക്കലും വന്നിട്ട് കരഞ്ഞോ 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 എന്ന് പറയില്ല. കരയേണ്ട, പരിഹാരം എൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. പിന്നീട് അദ്ദേഹം അടുത്ത് ചെന്ന് ശവമഞ്ചം തൊട്ടു. ഓക്കേ. അത് ചുമന്നിരുന്നവർ നിന്നു. അദ്ദേഹം പറഞ്ഞു, യുവാവേ, എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. രണ്ട് ഗ്രൂപ്പല്ലേ വന്ന് നിൽക്കുന്നത്? പട്ടണത്തിന്റെ ഗേറ്റിന്റെ അകത്തോട്ട് ഒരു 500 പേർ. അവരെന്താ ചെയ്യുന്നത്? കരഞ്ഞുകൊണ്ട് നിൽക്കുക, ശവടക്കം പോവുക. ഇപ്പുറത്ത് നിൽക്കുന്നവര് അവരൊരു 500 ഉണ്ടെന്നിരിക്കട്ടെ, അപ്പോൾ മൊത്തം എത്ര പേരായി? 1000 പേര് നോക്കി നിൽക്കുമ്പോൾ യേശു മാത്രം ഈ ഗ്രൂപ്പിൽ നിന്നും മറ്റേ ഗ്രൂപ്പിന്റെ അടുക്കിലേക്ക് ചെന്നു. 1000 പേര്, 2000 കണ്ണുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ചെന്ന് ആ ശവമഞ്ചത്തിൽ തൊട്ടു. ബ്രേക്ക് ഇട്ടു. സ്റ്റോപ്പ്. യേശു സ്റ്റോപ്പ് പറഞ്ഞാൽ കട്രീന പോലെയുള്ള കൊടുങ്കാറ്റാണെങ്കിലും അവിടെ നിൽക്കും. എത്ര വലിയ സുനാമി ആണെങ്കിലും യേശു സ്റ്റോപ്പ് പറഞ്ഞാൽ സുനാമി അവിടെ നിൽക്കും. സൃഷ്ടിച്ചവനാ സംസാരിക്കുന്നത്, ആരാനുമല്ല. സകലത്തിന്റെ മേൽ അധികാരമുള്ള യേശുവാണ് സംസാരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, എന്നാൽ അസാധ്യമായ വല്ല കാര്യവുമുണ്ടോ? അതിനുശേഷം കർത്താവ് ഒരു കാര്യം പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന് അസാധ്യമായി ഒന്നും ഉണ്ടാകയില്ല. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കർത്താവ് മരിച്ചു കിടക്കുന്ന ആളോട് പറയാ, യങ് മാൻ, ഐ സേ ടു യു, ഗെറ്റ് അപ്പ്. യുവാവേ, എഴുന്നേറ്റ് ഇരിക്കുക എന്ന് യേശു പറഞ്ഞു. മരിച്ചു കിടക്കുന്ന ഒരാളെ നോക്കി ഒത്തിരി പേര് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൂടി എൻ്റെ അമ്മ എനിക്ക് പുട്ടും കടലയൊക്കെ ഉണ്ടാക്കി തന്ന അമ്മയുടെ കിടപ്പ് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ, അതാ നമ്മുടെ സംസാരം. അത് കാണുന്നവരും കരയും. അല്ല, യേശു അങ്ങനെയല്ല. യേശു ആ വ്യക്തിയോട് പറഞ്ഞു, ഗെറ്റ് അപ്പ്. ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ നമ്മൾ കുലുക്കി എഴുന്നേൽപ്പിക്കുന്നത് പോലെ യേശു പറഞ്ഞു, എഴുന്നേറ്റോളാൻ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയുന്ന, മരിച്ചു കിടക്കുന്നവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു കാര്യം കൂടി ഇതിനിടയിൽ പറഞ്ഞോട്ടെ, ഈ കഥയിൽപ്പെട്ടതല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസം നിങ്ങൾ മരിക്കും.
അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ നിങ്ങളൊരു ദിവസം മരിക്കും. ഇപ്പോഴേ പലരുടെയും ജീവൻ പോയി, ഇപ്പം തന്നെ ചാവുന്നായി. ഒരു ദിവസം യേശു വന്നിട്ട് ഡാമിയൻ എന്ന് വിളിക്കും. അന്ന് മരണത്തിൽ നിന്നും എന്നും എന്നേക്കും ജീവിച്ചിരിക്കാൻ ഡാമിയൻ വീണ്ടും എഴുന്നേറ്റ് വരും. ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം നമ്മുടെ പേരവൻ വിളിക്കും. അന്ന് നമ്മൾ ഇനി ഒരിക്കലും മരിക്കാത്ത രീതിയിൽ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവനുണ്ടായതുപോലെ തേജസ്സുള്ളൊരു ശരീരവുമായി നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എല്ലാവരും ഒക്കെ എഴുന്നേക്കും. ബൈബിൾ പറഞ്ഞ ചിലർ നിത്യജീവന് വേണ്ടിയും ചിലർ നിത്യനാശത്തിന് വേണ്ടിയും എഴുന്നേൽക്കും. അവിടെയാ വിഷയം. എന്ന് വെച്ചാൽ ചിലർ ഇന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ള, യേശുവിൻ്റെ രക്ഷകനാ, എനിക്ക് വേണ്ടി മരിച്ചവനാ എന്ന് വിശ്വസിക്കുന്നവർ, യേശുവിനായി ജീവിക്കുന്നവർ അന്ന് നിത്യജീവന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥനകളിൽ പോകാതെ സ്വന്തം വഴികൾ നടക്കുന്നവർക്ക് ഉറപ്പുണ്ട്, അന്ന് നിന്റെ പേരും വിളിക്കും. പക്ഷെ നീ എഴുന്നേൽക്കുന്നത് നിത്യനാശത്തിന് വേണ്ടിയും നിത്യലജ്ജയ്ക്ക് വേണ്ടിയായിരിക്കും. അവർക്ക് വേണ്ടി കത്തുന്ന കെടാത്ത തീയുള്ള ഒരു പൊയ്ക, എ ലേക്ക് ഓഫ് ഫയർ, നിത്യനരകം അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് അതും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. 15-ാമത്തെ വാക്യത്തിൽ the dead man sat up and began to talk and Jesus gave him back to his mother. 15-ാമത്തെ വാക്യം മലയാളത്തിൽ മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു. എല്ലാവരും ചേർന്ന് പറഞ്ഞ മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. എന്താ സംസാരിച്ചത്? എഴുതിയിട്ടില്ല. ഊഹം പറയട്ടെ. ആ മരിച്ച ആ സമയത്ത് ഒരുപക്ഷെ തൻ്റെ തലേദിവസമായിരിക്കും മരിച്ചത്. അത്രയും മണിക്കൂറുകൾ പുള്ളി എവിടെയായിരുന്നു? ആ അനുഭവങ്ങളൊക്കെ പുള്ളി അവിടെ നിന്ന് പറഞ്ഞു കാണും. ഞാൻ ഈ സമയത്ത് അങ്ങ് വലിയൊരു ടണലിൽ കൂടെ പോകുന്നത് പോലെ ഇങ്ങനെ പോവുകയായിരുന്നു. കുറേ യാത്ര ചെയ്ത് പലരെയും കണ്ടു, അതെല്ലാം ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴാണ് വലിയൊരു പ്രകാശം എൻ്റെ മുമ്പിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ് യുവാവേ എഴുന്നേറ്റിരിക്കുക. അപ്പോൾ ഞാൻ കണ്ണു തുറന്നപ്പോൾ നിങ്ങളുടെ മുമ്പിൽ. ഈ കഥകളൊക്കെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സങ്കല്പമാണ്. ഇതുപോലുള്ള പല കഥകളും മരിച്ച ശേഷമുള്ള അനുഭവം എന്താണ് എന്നുള്ളത് താൻ വിവരിച്ചു കാണും. അങ്ങനെയുള്ള പലരുടെയും വിവരണം ഞാൻ കേട്ടിട്ടുണ്ട്. മരിച്ചു പോയവർ മരിച്ചിട്ട് വീണ്ടും ജീവനിലേക്ക് തിരിച്ചു വന്ന പലരുടെയും സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ മരിച്ചിട്ടില്ല, അങ്ങനത്തെ സാക്ഷി എനിക്കില്ല. എന്നാൽ അങ്ങനെ പോയ ചിലരുണ്ട്. ചിലർ പറഞ്ഞത് മരിച്ചു, അവരിങ്ങനൊരു വലിയ ഇരുട്ടുള്ള ഒരു ടണലിലൂടെ പോയി അവസാനം ഭയങ്കരമായ ചൂടുള്ള, ഭയങ്കരമായ കരച്ചിലുള്ള, പല്ല് കടിക്കുന്ന ശബ്ദം കേൾക്കുന്ന, ഭീകരാന്തരീക്ഷമുള്ള ഒരു വലിയൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്, ഗോ ബാക്ക്, മടങ്ങിപ്പോകുക. അപ്പോഴാണ് ഞാൻ ആശുപത്രിയിൽ എഴുന്നേറ്റിരുന്നത്. ചിലർ പറയാറുണ്ട്, ഞാനിങ്ങനെ പോയി വലിയ പ്രകാശമുള്ള ഒരു പട്ടണം പോലെയുള്ളൊരു സ്ഥലത്തേക്ക് എത്തിയതിൻ്റെ ഗേറ്റിന് മുമ്പിലെത്തി മാലാഖമാർ, ചിറകുകളുള്ള മാലാഖമാർ വന്ന് എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഗോ ബാക്ക് എന്ന് ഞാൻ കേട്ടത്. എന്നെ തിരിച്ച് വിളിക്കരുതായിരുന്നു, നിങ്ങൾ എന്തിനാ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, എനിക്ക് അവിടെ പോകാനാണ് ഇഷ്ടം. ഇങ്ങനെ പല അനുഭവങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പ് പറയാം, the earth is real, the heaven is real and the hell is also real. യഥാർത്ഥ ഒരു ഭൂമിയുണ്ടെങ്കിൽ യഥാർത്ഥമായൊരു സ്വർഗമുണ്ട്, യഥാർത്ഥമായൊരു നരകവുമുണ്ട്. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെയാണ് ജീവിക്കേണ്ടത്. ഇന്ന് നാം ഭൂമിയിലാണെങ്കിൽ ഇപ്പോഴേ തിരഞ്ഞെടുക്കുക ഇതിന് ശേഷം എവിടെ പോകണമെന്നുള്ളത്. ഒന്നുകിൽ നരകത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ. ഈ മരിച്ചവൻ സംസാരിച്ചു and Jesus gave him back to his mother. ഈ ഉയർത്തെഴുന്നേറ്റവനെ, ആ യുവാവിനെ പേര് പോലും അവിടെ പറഞ്ഞിട്ടില്ല. അമ്മയുടെയും പേരില്ല, മോൻ്റെയും പേരില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പേരൊക്കെ ഇടാം. എന്നിട്ട് എന്ത് ചെയ്തു? അമ്മയ്ക്ക് തിരികെ കൊടുത്തു. ഹല്ലേലൂയ. 16-ാമത്തെ വാക്യം വായിക്കാം.
അവർ എല്ലാവരും പരിഭ്രമം നിറഞ്ഞവരായി ദൈവത്തെ പുകഴ്ത്തി. ഒരു മഹാപ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുകയാണ് എന്നവർ പറഞ്ഞു. 17. യേശുവിനെ കുറിച്ചുള്ള ഈ വാർത്ത യഹൂദയിൽ എല്ലായിടത്തും ചുറ്റുമുള്ള പ്രദേശത്തും പ്രചരിച്ചു. ശവമഞ്ചത്തിൽ ഡെഡ് ബോഡി എഴുന്നേറ്റിരുന്നു. അത് കാണുമ്പോഴേ കുറേ പേര് അപ്പം തന്നെ ഓടും. മരിച്ചുപോയ ഒരാൾ എഴുന്നേറ്റിരുന്നാൽ ഭയങ്കര പേടിയാവും. എന്നാൽ ആ ശവമഞ്ചത്തിൻ്റെ മുമ്പിൽ നിന്നിരുന്നൊരു സ്ത്രീയുണ്ട്, അവൻ്റെ അമ്മ. ഒരൊറ്റ നിമിഷം കൊണ്ട് അവളുടെ ജീവിതത്തിലുണ്ടായിരുന്ന സകല സ്വപ്നങ്ങളും മടങ്ങി വന്നു. ഹല്ലേലൂയ. സകല സ്വപ്നങ്ങളും അവർക്ക് തിരിച്ചു കിട്ടി. എല്ലാം തീർന്ന് സ്വപ്നങ്ങളെ മുഴുവൻ കുഴിച്ചിടാൻ വേണ്ടി, ശവസംസ്കാരം ചെയ്യാൻ വേണ്ടി പൊക്കൊണ്ടിരുന്നതാ. എന്നാൽ യേശു അതിനിടയിൽ വന്ന് ആ മരിച്ചവൻ എഴുന്നേൽപ്പിച്ച് അവളുടെ സകല സ്വപ്നങ്ങളെയും അവൻ തിരിച്ചു നൽകി. എനിക്കൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ തകർന്നു പോയിട്ടുണ്ടോ? ഇനി ഒരിക്കലും അത് നടക്കുകയില്ല, ഇനി ആര് വിചാരിച്ചാലും നടക്കുകയില്ല, ഇതുപോലുള്ള അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ യേശു ഇവിടെ ഉണ്ട്. ഹീ ക്യാൻ ഗിവ് ബാക്ക് ഓൾ യുവർ ഡ്രീംസ്. ബ്രദർ, ഈ സഹോദരിയുടെ പേര് ഷീന എന്നാണ്. തളിക്കുളത്ത് നിന്നാണ് വരുന്നത്. തന്റെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. 9 വയസ്സുള്ള ഒരു മകനുണ്ട്. ഇത് മകനാണോ? മകനാണോ മകളാണോ? മകനാണ്. ഓക്കെ. അതിനുശേഷം ഇവർക്ക് കുട്ടികൾ ഉണ്ടായില്ല. ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓവറിയിൽ സിസ്റ്റ് ഉണ്ട്, അത് കാരണമാണ് കുട്ടികൾ ഉണ്ടാകാത്തതെന്ന് പറഞ്ഞു. അതിനുശേഷം തനിക്ക് പേടിയുണ്ടായിരുന്ന മൂലം താൻ തുടർന്നുള്ള ചെക്കപ്പുകൾക്കൊന്നും പോയില്ല. എന്നാൽ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഗർഭിണികൾക്ക് വേണ്ടി ഭർത്താക്കന്മാർ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തന്റെ ഭർത്താവ് അന്ന് ഒപ്പം ഉണ്ടായിരുന്നില്ല, പക്ഷെ താൻ വിശ്വാസത്താൽ തന്റെ കൈകൾ തന്നെ വെച്ച് പ്രാർത്ഥിച്ചു. തന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം, താൻ അത് പ്രാർത്ഥിച്ചില്ല, തനിക്ക് ഇരട്ടക്കുട്ടികൾ ലഭിക്കണമെന്നായിരുന്നു. പക്ഷെ കർത്താവ് പ്രാർത്ഥന കേട്ടു. താനിപ്പോൾ 4 മാസം ഗർഭിണിയാണ്. ഇരട്ട കുട്ടികളാണത്. ഇതിന്റെ അകത്ത് 2 കുട്ടികളുണ്ട്. പണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊരു 2 ഇരട്ട കുട്ടികളെ വേണം. കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടില്ല. അതിനുശേഷം താൻ ഗർഭിണിയായെന്ന് അറിഞ്ഞു. 2.5 മാസങ്ങൾക്ക് ശേഷം എഗെയിൻ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടികളുടെ വളർച്ച നോർമൽ ആയിട്ടില്ല, അതുകൊണ്ട് അത് അബോർട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. പക്ഷെ താൻ അപ്പോൾ തന്നെ ബ്ലെസ്സിംഗ് ടുഡേ പ്രെയർ ലൈനിലോട്ട് വിളിച്ച് പ്രാർത്ഥിച്ചു. അവിടെ കോൾ അറ്റൻഡ് ചെയ്തവർ തന്നെ വളരെയധികം ബലപ്പെടുത്തി പ്രാർത്ഥിച്ചു. അതിനുശേഷം താൻ ചെക്കപ്പിന് ചെന്നു. ഡോക്ടർ പറഞ്ഞു കുട്ടികളുടെ വളർച്ച നോർമലാണ്, അത് അബോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് താൻ വളരെ സന്തോഷത്തോടെ കർത്താവിന് സാക്ഷിയായി താൻ ഇവിടെ നിൽക്കുകയാണ്. നന്നായിട്ടൊന്ന് കൈയടിച്ച്. എനിക്കല്ല, അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവിന്. സിസ്റ്ററെ, കൺഗ്രാജുലേഷൻസ്. കർത്താവ് ഇത്രയും ചെയ്തില്ലേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ഇത് മൂത്ത കുട്ടിയാണ്. മൂത്ത കുട്ടിയുടെ പേരെന്താ? അനൂഷ് കുമാർ. കൈ നീട്ടി ഇവരെ ഒന്ന് അനുഗ്രഹിക്കാമോ? എല്ലാവരും 2 കൈ നീട്ടി പിടിച്ച്. കർത്താവ് കൊടുത്ത അത്ഭുത സാക്ഷ്യമാണല്ലോ. ദൈവമേ, ആഗ്രഹപ്രകാരം കർത്താവ് എല്ലാം ചെയ്തു. ഡോക്ടേഴ്സ് പലതും കണ്ടുപിടിച്ചെന്നാൽ അതിനപ്പുറത്ത് ദൈവം അത് റെക്ടിഫൈ ചെയ്ത് നോർമൽ വളർച്ചയുള്ള 2 കുഞ്ഞുങ്ങൾ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നില്ല. ഒരു വലിയ സാക്ഷ്യമാണ്. അങ്ങേക്ക് കർത്താവ് ഞങ്ങൾ എല്ലാ മഹത്വവും നൽകുന്നു. ആമേൻ, ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ബിജോയ് ജോർജിനോടും രേണു ബിജോയോടും പ്രത്യേകിച്ച് എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ ഫാമിലിയിലെ സകലരുടെയും പേരിൽ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്ന ദൈവം നിങ്ങളെ ധാരാളമായി എല്ലാ നിലകളിലും അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ പ്രേക്ഷകർക്കായി പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹങ്ങൾ കർത്താവെ അവരുടെ മേൽ മഞ്ഞായി മഴയായി പെയ്ത് ഇറങ്ങട്ടെ. അത്ഭുതങ്ങളുടെ കാലം തീർന്നിട്ടില്ല. യേശു എന്ന് വരെ ഉണ്ടാകുമോ അന്ന് വരെ അത്ഭുതമുണ്ടായിരിക്കും. അതുകൊണ്ട് കർത്താവ് ഇന്ന് ഇപ്പോൾ ഈ മിറക്കിൾസ് ടുഡേയിലെല്ലാം കണ്ടതുപോലെ ഒരു വലിയ വിടുതലുകളും അത്ഭുതങ്ങളും ഇപ്പോൾ ഉണ്ടാകട്ടെ, അത് നടക്കട്ടെ. താങ്ക് യു ഫാദർ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി നന്ദി. ചില ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ട ചിലരെ പരിശുദ്ധാത്മാവിനെ കാണും. വിലപ്പെട്ട ചില ഡോക്യുമെൻറ്റ്സ്, പ്രമാണങ്ങൾ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടു പോയി.
അതിനുവേണ്ടി നിങ്ങൾ വളരെ പരിശ്രമിക്കുക. കർത്താവ് അങ്ങനെയുള്ളവർക്ക് അത് തിരികെ ലഭിക്കുവാൻ, എത്രയും വേഗം അത് ലഭിക്കുവാൻ കർത്താവെ അങ്ങ് ഇടയാക്കണമേ എന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. വല്ലാത്ത രോഗം ബാധിച്ചിട്ട് നിങ്ങളുടെ വെയിറ്റ് ഭയങ്കരമായി കുറഞ്ഞുകൊണ്ടിരിക്കുക, 20-30 കിലോഗ്രാമൊക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം മാറി കർത്താവെ ശരിയായ ഒരു ബോഡി വെയ്റ്റിലേക്ക് അവർ വരട്ടെ. താങ്ക് യു ലോർഡ്. ലങ്സിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ വയറിനകത്തുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൈകാലുകളുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാ അലർജികളും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ അലർജികളും മാറിപ്പോകട്ടെ. താങ്ക് യു ഫാദർ. കണ്ണുകളിലുള്ള രോഗങ്ങൾ, കണ്ണിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ വെള്ളം ഒഴുകുക, കണ്ണിൻ്റെ കാഴ്ച മങ്ങുക, ഡബിൾ വിഷൻ, രണ്ടായി കാണുക, അങ്ങനെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മുഴകൾ മാറിപ്പോകട്ടെ. ഫൈബ്രോയിഡ്, യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡ്, അകത്തും പുറത്തൊക്കെയുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അൾസർ സൗഖ്യമാകട്ടെ. പൈൽസ് സൗഖ്യമാകട്ടെ. ഹെർണിയ സൗഖ്യമാകട്ടെ. അസ്ഥികളിലെ രോഗങ്ങൾ, ഓസ്റ്റിയോപൊറോസിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. HIV പോസിറ്റീവായത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. സൊറായസിസ് പോലെയുള്ള ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. നന്ദി കർത്താവ്. ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ കർത്താവ് അത്ഭുതകരമായി കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ദമ്പതികളെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. വസ്തുവകൾ, പല അസറ്റ്സ് നഷ്ടപ്പെട്ടവർ കർത്താവെ അവരെ ദൈവം അനുഗ്രഹിച്ച് വീണ്ടും അതിലേക്ക് മടക്കി കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. സാമ്പത്തിക വിടുതലുകൾ അങ്ങ് കൽപ്പിക്കുന്നതിനായി നന്ദി. യേശുവിനോട് അടുത്ത് ജീവിക്കാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം. വചനത്തിൻ്റെ പരിജ്ഞാനം അങ്ങ് നൽകണമേ. അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. രക്ഷയിൽ ഉറച്ചു നിൽക്കാൻ ജനത്തെ സഹായിക്കണമേ. താങ്ക് യു ലോർഡ്. വളഞ്ഞിരിക്കുന്ന അസ്ഥികൾ നേരെയാകട്ടെ. മൂക്കിനകത്തുള്ള ദശ വളർന്നിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ അത് അപ്രത്യക്ഷമാകട്ടെ. ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. വലിയ വിടുതലുകൾ കർത്താവെ അങ്ങിപ്പോൾ ജനത്തിൻ്റെ മേൽ കൽപ്പിക്കുന്നതിനായി നന്ദി പറയും. വലിയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്നതിനായി നന്ദി. കിടപ്പ് രോഗികൾ എഴുന്നേറ്റ് പോകട്ടെ, സൗഖ്യമാകട്ടെ. കിടന്നുകൊണ്ട് ഈ പ്രോഗ്രാം കാണുന്നവർ വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക. നിങ്ങളുടെ സൗഖ്യം വന്നിരിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, നീ ഇങ്ങനെ അത്ഭുതങ്ങളാൽ ഇന്ന് നിറച്ചതിനായി നന്ദി പറയുന്നു. ഓരോ വ്യക്തിയെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. കുടുംബങ്ങളുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ പ്രോഗ്രാമുകൾ കണ്ടതിനായി നന്ദി പറയുന്നു. അടുത്ത ആഴ്ചയിൽ വീണ്ടും പുതിയ സന്ദേശ പരമ്പരകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരുമിച്ച് നമുക്ക് ഈ വർഷത്തിൻ്റെ ഓരോ മാസവും ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയായി നമുക്ക് മുന്നിലേക്ക് പോകാം. നടക്കുന്ന ഓരോ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലും വന്ന് സംബന്ധിക്കുക. നാളെ തിരുവനന്തപുരത്ത് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. ഇതിലെല്ലാം സംബന്ധിക്കാൻ കഴിയുന്ന എല്ലാവരും തന്നെ വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുക. മാത്രമല്ല, അടുത്ത ആഴ്ചയിൽ വെള്ളിയാഴ്ച ബാംഗ്ലൂരിൽ വീണ്ടും ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരികയാണ്. ശനിയാഴ്ച ചെന്നൈയിലും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. അതുകൊണ്ട് കർണാടകത്തിലും തമിഴ്നാട്ടിലും എല്ലാം ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ എവിടെയൊക്കെ ഫ്ലൈറ്റിന് വരാമോ, ട്രെയിനിന് വരാമോ, വണ്ടി ഓടിച്ച് വരാമോ, ബസ്സിന് വരാമോ, ഓട്ടോയ്ക്ക് വരാമോ, ഏത് രീതിയിലായാലും വന്ന് ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും യേശുവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലാണ്. സോ കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. നമുക്ക് അടുത്ത ആഴ്ചയിൽ തിങ്കളാഴ്ച ഈ പ്രോഗ്രാമിലൂടെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈബിൾ ന്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: എങ്ങനെയുള്ള പുരോഹിതനാണ് ദൈവത്തിന് ഭോജനയാഗം അർപ്പിക്കാൻ പാടില്ലാത്തത്? ഓപ്ഷൻ എ അശുദ്ധൻ, ബി അംഗഹീനൻ, സി വിശുദ്ധൻ, ഡി അവിശ്വസ്തൻ. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം: എങ്ങനെയുള്ള പുരോഹിതനാണ് ദൈവത്തിന് ഭോജനയാഗം അർപ്പിക്കാൻ പാടില്ലാത്തത്? ഓപ്ഷൻ എ അശുദ്ധൻ, ബി അംഗഹീനൻ, സി വിശുദ്ധൻ, ഡി അവിശ്വസ്തൻ. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ SMS ചെയ്യുക.
നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ നല്ല നല്ല സമ്മാനങ്ങൾ അയച്ചു തരുന്നതാണ്. നിങ്ങളുടെ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് OM ബുക്സ് ആണ്. ഇനി ബൈബിൾ അന്വേഷിലൂടെ വീണ്ടും കാണാം. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 422 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.